ഭാര്യയെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബി.ജെ.പി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ.ആർ. ശ്രീകുമാറിന്റെ അറസ്റ്റ് തടഞ്ഞ കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകുമാർ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. എന്തായാലും ഭാര്യയെ മർദ്ദിച്ചു എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കേസിൽ വാദം തുടരും. ഈ വാദം അടുത്ത ദിവസത്തേക്ക് വെച്ചിട്ടുണ്ട്. അതുവരെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ശ്രീകുമാറിന് എന്തായാലും ആശ്വാസമാണ്. പക്ഷേ ഭാര്യ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. ശ്രീകുമാരൻ തൃശൂരിൽ നിന്ന്. കണ്ണൂർ പിലാത്തറയിൽ കാർ തട്ടിയെടുത്ത് സ്വർണം കവർന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ. 5-ാം പീടിക സ്വദേശിയും ബി.ജെ.പി. പ്രാദേശിക നേതാവുമായ സനു സന്തോഷാണ് അറസ്റ്റിലായത്. എന്നാൽ സനു ബി.ജെ.പി. പ്രവർത്തകനല്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അജീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള ആദ്യ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. സനു സന്തോഷ് എന്ന് പറയുന്ന ആളെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് കർണാടക അതിർത്തിയായ ഉപ്പളയിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. ഒപ്പം തന്നെ ഈ കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാറും പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കണ്ണൂർ ഇടാട്ട് വെച്ചായിരുന്നു ഈ മഹാരാഷ്ട്ര സ്വദേശികളായിട്ടുള്ള കുടുംബം. അവർ തലശ്ശേരിയിൽ സ്ഥിരതാമസമാണ്. കഴിഞ്ഞ 10 വർഷമായി അവർ സഞ്ചരിച്ചിരുന്ന കാറ് തടഞ്ഞു നിർത്തി കാറ് തട്ടിക്കൊണ്ടുപോയ ശേഷം അതിനകത്തുണ്ടായിരുന്ന 55 ലക്ഷം രൂപയും സ്വർണവും കവർന്നത്. അതിനുശേഷം ഈ പ്രതികൾ ഒളിവിലായിരുന്നു. ഈ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു പ്രതി പിടിയിലായത്. ഇയാൾ ബി.ജെ.പി. പ്രവർത്തകനായിരുന്നു എന്നാണ് പോലീസ് നൽകിയ വിവരം. എന്നാൽ ഇയാൾ ബി.ജെ.പിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളെന്നാണ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ പറഞ്ഞത്. ഈ ചില രാഷ്ട്രീയ പാർട്ടികളുമായി വിധേയത്വമുള്ള പോലീസുകാരാണ് ഇത്തരത്തിലുള്ള പ്രചരണത്തിന് പിന്നിലെന്നാണ് ബി.ജെ.പി. ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.